നടി ഷീലയുടെ അമ്മയും കുറിയിടത്ത് താത്രിയും. ഈ കഥ അറിയാവുന്നവർ വളരെ ചുരുക്കമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യ പീഡനമായിരിക്കും ഇത്. അതിനു മുൻപോ അതിന് ശേഷമോ ഇത്രയുമധികം പീഡകർ ഉൾപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടില്ല. സമകാലിക കേരളത്തിലെ സംഭവവികാസങ്ങൾ അറിയുന്നവർ ഈ പേര് മറക്കാൻ പാടില്ല. പുരുഷ കേന്ദ്രിതമായ പ്രബുദ്ധം അതിൻ്റെ എല്ലാവിധ പ്രതിലോമ സ്വഭാവത്തോടും കൂടി ആധിപത്യം ഉറപ്പിച്ചിരുന്ന ഒരു സമുദായത്തിൽ നിരാലംബയായ ഒരു സ്ത്രീ സ്വന്തം ശരീരം ആയുധമാക്കിക്കൊണ്ട് നടത്തിയ ഒരു കലാപത്തിൻ്റെ ചരിത്ര കഥയാണിത്. കുറിയിടത്ത് സാവിത്രി അഥവാ കുറിയിടത്ത് താത്രി, അറിയപ്പെടാത്ത ഒരു ചരിത്രം. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. കണക്കുകൾ പ്രകാരം കുറിയിടത്ത് താത്രിയുടെ സ്മാർത്ത വിചാരം നടക്കുന്ന ഒരു സമയം. ഈ സ്മാർത്ത വിചാരം എന്താണെന്ന് അധികമാർക്കും അറിയില്ല. കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്ന ഒരു കുറ്റപരിശോധന രീതിയാണ് സ്മാർത്ത വിചാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്പൂതിരി സ്ത്രീകൾക്ക് ചാരിത്രദോഷം അഥവാ പരപുരുഷരുമായി ലൈംഗിക ബന്ധം ആരോപിക്കപ്പെട്ടാൽ അവരെ വിചാരണ ചെയ്യുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. അങ്ങനെ 100 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ബാലികയായിരിക്കെ അങ്ങനെ ബലാത്സംഗം ചെയ്തതിനും മറ്റ് പല ഭാഗത്തും ഉണ്ടായ ലൈംഗിക പീഡനത്തിനും പകരം വീട്ടിയാണ് താത്രി പലരുടെയും പേരുകൾ വിളിച്ചു പറഞ്ഞതെന്നും പറയപ്പെടുന്നു. കുറിയിടത്ത് താത്രിയുടെ അടുക്കള ദോഷത്തെക്കുറിച്ച് അയൽവാസിയായ നമ്പൂതിരി പരാതിപ്പെട്ടതോടെയാണ് താത്രിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത്. കേരളത്തിൽ നടന്ന സ്മാർത്ത വിചാരങ്ങളിൽ ഏറ്റവും വിവാദമായിരുന്നു കുറിയിടത്ത് താത്രിയുടേത്. മുൻപ് നടന്നതിൽ നിന്നും വ്യത്യസ്തമായി കുറ്റാരോപിതരുടെ പേരുകൾ പറയിക്കാനോ പറയാനോ യാതൊരുവിധ പീഡനങ്ങളും താത്രിയുടെ സ്മാർത്ത വിചാരത്തിൽ ഉണ്ടായിട്ടില്ലെന്നും പറയപ്പെടുന്നു. ഒരവസരത്തിലും പറഞ്ഞ കാര്യങ്ങൾ താത്രി മാറ്റി പറഞ്ഞിരുന്നില്ല. ഓത്തുള്ള നമ്പൂതിരിമാർ 28, ഓത്തില്ലാത്തവർ 2, പട്ടന്മാർ 10, പിഷാരടി 1, വാരിയർ 4, പൊതുവാൾ 2 പേർ, നമ്പീശൻ 4 പേർ, മാരാർ 2, നായർ 12 എന്നിങ്ങനെയാണ് ദൃഷ്ടി കൽപ്പിച്ചവരുടെ ജാതി തിരിച്ചുള്ള കണക്കുകൾ. സ്വന്തം അച്ഛനും സഹോദരനും ഭർത്താവും ഉൾപ്പെടെ 65 പേർ താത്രിയോടൊപ്പം ദൃഷ്ടി കൽപ്പിക്കപ്പെട്ടു. താൻ ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ ശരീരത്തിലെ അടയാളങ്ങളും ബന്ധപ്പെട്ട സമയവും സ്ഥലവുമെല്ലാം കൃത്യമായി തന്നെ താർത്തി സ്മാർത്തനോട് പറഞ്ഞിരുന്നു. വിചാരണ ചെയ്ത സ്മാർത്തനും കുറ്റവിചാരണയ്ക്ക് അവിടുത്തെ ഭരണാധിപന്റെ അനുമതി തേടിയിരിക്കണം. നമ്പൂതിരി കുടുംബത്തിൽ നിന്നാണ് വിചാരണയുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് തന്നെ. ഇദ്ദേഹമാണ് സ്മാർത്തൻ എന്നറിയപ്പെടുന്നത്. രാജാവ് പോലും കുറ്റാരോപിതരായിരുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് പ്രബുദ്ധം കൊടികുത്തി വാണ നീതിന്യായ വ്യവസ്ഥയും കപട സദാചാരത്തിന്റെ അധികാര സമൂഹത്തെയും അറിയേണ്ടത്. ചന്ദ്രോത്സവത്തിന്റെ മറയിൽ വേശ്യാധന്യവും കാമപൂജയും നടത്തി വന്ന സവർണ സമൂഹം. ഇങ്ങനെ പുരുഷാധിപത്യം കൊടികുത്തി വാണിരുന്ന നമ്പൂതിരി സമുദായത്തിലെ ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ആർജവം കാട്ടിയ ഏക അന്തർജനമാണ് കുന്നംകുളം കേച്ചേരിക്കടുത്ത് കൽപ്പകശ്ശേരി ഇല്ലത്തെ കുറിയിടത്ത് താത്രി എന്ന താത്രിക്കുട്ടി. തന്നെ വിധിക്കാനെത്തിയ നിയമശൃംഖലയ്ക്കുള്ളിൽ കടന്ന് അതിൻ്റെ തന്നെ അധികാരികൾക്കെതിരെ പോലും വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞ പെണ്ണിതിഹാസം. കാലത്തിൻ്റെ തിരക്കഥയിൽ ഇനിയും മങ്ങലേൽക്കാത്ത ഒരു സ്ത്രീ കഥാപാത്രം. സ്മാർത്ത വിചാരത്തിന് ശേഷം നാട് കടത്തപ്പെട്ട താത്രിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? മതം മാറി താത്രി ഒരു ആംഗ്ലോ ഇന്ത്യനെ വിവാഹം കഴിച്ചുവെന്നും പലരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും മാതൃത്വ ഭാഗ്യം ലഭിക്കാതെ പോയ താത്രി അതിനുശേഷം 2 കുട്ടികൾക്ക് ജന്മം നൽകിയെന്നും അതിലൊരാൾ പിൽക്കാലത്ത് പ്രശസ്തയായ ഒരു നടിയുടെ അമ്മയാണെന്നുമൊക്കെയാണ് ഇന്നുള്ള കിംവദന്തികൾ. ഈ പറഞ്ഞു വന്നത് ഷീലയുടെ അമ്മയെക്കുറിച്ചാണ്. ഇവയിലേതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് ഇന്നും പറയാൻ താത്രി വീണ്ടും പുനർജനിക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിനും മൂകസാക്ഷിയായി ആറങ്ങോട്ട് കരയിലെ കാർത്യാനി ക്ഷേത്രം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്.